ഇന്ന് മഴയൊന്നും ഇല്ലാത്ത നല്ല തക്കല്ലൊരു കാലാവസ്ഥയേനു. അപ്പം രാവിലെ എണീച്ച് മുറ്റത്തത്തെ കാഴ്ചകളൊക്കെ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാനിതാ വല്ല അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ ദേശീയ ഭക്ഷണമാണ് അപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മളെ വലിയൊരു ദേശീയ ഭക്ഷണമാക്കി ഞാൻ പ്രഖ്യാപിച്ചതാണ് കേട്ടോ. ഇടക്കിടക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് നിങ്ങളെ വലിയ ഇടക്കിടക്ക് ഉണ്ടാക്കുന്ന ദേശീയ ഭക്ഷണം ഏതാ കമൻറ്റ് ചെയ്യുകൊണ്ടിട്ടോ. പിന്നെ ഇന്നലെ നമ്മളെ മുക്കുവൻ മീൻ പിടിച്ചാൻ പോയിനി. അപ്പോൾ കൊണ്ടുവന്ന മീനുകളാണ് കേട്ടോ അത്. ആള് ഫ്രീസർക്കാണ് കേട്ടോ മീൻ കൊണ്ടുവന്ന് വെക്കുക. അപ്പം ഞാനതൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിരിക്കണേ. കുറച്ച് കഴിഞ്ഞായിട്ട് നമുക്കതൊന്ന് നന്നാക്കി എടുക്കണം. ആ ഗ്യാപ്പിൽ ഞാനിവിടെ മുറ്റടിച്ചു വരാൻ ഇറങ്ങിയതാണ് കേട്ടോ. കുറേ ദിവസത്തിന് ശേഷമാണ് മുറ്റൊന്ന് ചൂല് തോടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പുല്ലും പടലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അടിച്ചു വാരിയെടുത്ത് എന്നിട്ട് നമുക്ക് നമ്മുടെ അങ്കത്തട്ടേക്ക് തന്നെ പ്രവേശിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ മീൻ ഇതാ ഒന്ന് ഐസൊക്കെ പോയിട്ടുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. നന്നാക്കി കൊണ്ടുവന്നിരിക്കണ കേട്ടോ മീൻ. ഞാൻ വെണ്ണൂറൊന്നും ഇട്ടല്ല നന്നാക്കുക, അല്ലാതെ തന്നെ ഇത് ചെളുക്ക ചെതുമ്പല് എന്നൊക്കെ പറയില്ലേ, ആ സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് വരിഞ്ഞ് ഞാൻ മുറിച്ചെടുത്ത് മസാല വറ്റി വെക്കണം കേട്ടോ. ഇവിടെ മീൻ കറി വെച്ചാലേ ഇവിടെ ഇപ്പാക്കും മക്കൾക്കൊന്നും വലിയ ഇഷ്ടം ഇല്ല. മീൻ കറീൻ്റെ ആൾ ഞാൻ മാത്രമാണ് കേട്ടോ. അപ്പം പിന്നെ ഞാൻ അധികം റിസ്ക് എടുക്കാൻ നിന്നില്ല. മസാലകളൊക്കെ ഇട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി മിക്സ് ചെയ്ത് മീൻ എടുത്തിക്കണം കേട്ടോ. ഇനി ഞാനിതിപ്പോൾ പൊരിക്കൂല കേട്ടോ. വൈകുന്നേരത്തിനാണല്ലോ കുട്ടികളും കുഞ്ഞുട്ടിയൊക്കെ ഉണ്ടാവുക. ആ സമയത്ത് ഞാൻ പൊരിച്ചെടുക്കുള്ളൂ. ഞാനത് ഫ്രിഡ്ജിക്ക് മാറ്റിയേക്കാണ് കേട്ടോ ചെയ്യുക. അപ്പോഴേക്കും മക്കൾക്ക് പോകാനായിട്ടുണ്ടേനി. അപ്പോഴേക്കുള്ള വെള്ളം കാര്യങ്ങളും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടേനി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്തുതാ മഴ വൈബ്, പിന്നെ കൂടെ മടി വൈബും വന്നു. അപ്പം എന്നാൽ ഇത്രേ ഉള്ളൂ. ബായ്.